Hi everyone, welcome to Study Wings. ഈ വീഡിയോയിൽ MEG40 ശക്തി ചിതോപധയുടെ ജസ്റ്റ് വൺസ് ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശക്തി ചിതോപധ എന്ന് പറയുന്നത് ഇന്ത്യൻ പോയറ്റാണ്, കൂടാതെ ബംഗാളി റൈറ്ററാണ്. അദ്ദേഹം 1933 നവംബർ 25 സൗത്ത് ബംഗാളിലെ 24 പർഗാനാസിലെ ബഹാരു എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 4-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിനെ വളർത്തിയത് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള സുബോധ് ഗംഗോപധയാണ്. ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ മെ ഹാവ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ദ റീഅപ്പിയറൻസ് ഓഫ് ഇമേജസ് ഓഫ് ഡെത്ത്, ക്രിമറ്റോറിയംസ് ആൻഡ് ഫുനറൽ പയർസ് ഇൻ ഹിസ് പോയട്രി. അദ്ദേഹത്തിൻ്റെ കവിതയിൽ മരണം, ശ്മശാനങ്ങൾ, ശവസംസ്കാര ചിതകൾ എന്നിവയുടെ ചിത്രങ്ങൾ, ഇവയുടെയൊക്കെ ഇമേജസുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണമാണെന്ന് പറയുന്നുണ്ട്. Just Once Try, originally named Akbar Tumi, was included in the volume of poems called Parar Kada Madhur Bari, published in 1971. സോ ഈ ജസ്റ്റ് വൺസ് ട്രൈ എന്ന് പറഞ്ഞുള്ള പോയം 1971 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് അക്ബർ തുമിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ വോള്യൂം ഓഫ് പോയംസ് കാൾഡ് പരർ കഥ മധുർ ബാരി എന്ന് പറഞ്ഞുള്ള കളക്ഷനിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ദ പോയം ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ആൻ അഡ്രസ്സസ് ടു എ വുമൺ. ഈ പോയം എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീയെ ആയിരിക്കാം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഓർ മേ ബി എൻകറേജിങ് ഹെർ ടു ലവ്, അല്ലെങ്കിൽ അവളെ സ്നേഹിക്കാൻ എൻകറേജ് ചെയ്യുന്നതായിരിക്കാം. ഓർ ആസ് എ സെൽഫ് ഡയറക്റ്റഡ് സോളിലോക്കി എക്സ്പ്രസിങ് ഹെർ ഇന്നർ നീഡ് ടു ലവ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡയറക്റ്റഡ് ആയ സോളിലോക്കി ആയിരിക്കും അവളുടെ ഒരു ഇന്നർ നീഡ് ടു ലവ്. അവൾക്ക് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ ഒരു ഇന്നർ നീഡ് ടു ലവ്, അത് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം എന്നാണ് പോയിറ്റ് പറയുന്നത് കേട്ടോ. The poem suggests a challenging love-making condition due to a lack of faith in its power, resulting in a waning ability to love and the need to try. ഈ ലാക്ക് ഓഫ് ഫെയ്ത്ത്, ഈ വിശ്വാസത്തിൻ്റെ ഒരു കുറവുണ്ടാവുന്ന ഇൻ ഇറ്റ്സ് പവറിൽ ഉണ്ടാകുന്നത് മൂലം എന്താണ്, ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ലവ് മേക്കിംഗ് കണ്ടീഷൻ ഉണ്ടാകുകയാണ്. ആൻഡ് ഇത് കൂടാതെ ഇതിൻ്റെ ഫലമായിട്ട് സ്നേഹിക്കാനുള്ള കഴിവും അതിൻ്റെ ശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുറയുകയാണ്. The poet confidently asserts that the acquisition of love will transform the world, transforming it into a magical reality. ഇനി അടുത്തതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഈ സ്നേഹത്തിൻ്റെ ഏറ്റെടുക്കൽ ലോകത്തെ ഒരു മാജിക്കൽ റിയാലിറ്റിയിലേക്ക് മാറ്റുമെന്നാണ് കവി ഒരു ആത്മവിശ്വാസത്തോടെ ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് സ്നേഹിച്ചാൽ നമുക്ക് സ്നേഹം കൊണ്ട് എന്നും കീഴ്പ്പെടുത്താമെന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാക്റ്റ് സംഭവം തന്നെയാണ് കവി ഇതിലൂടെ പറയുന്നത്. പോയം ബിഗിൻ ചെയ്യുന്നത് പോലും ജസ്റ്റ് വൺസ് ട്രൈ ടു ലവ് എന്ന് വെച്ചിട്ടാണ്. So just once try to love, you will see stones drop and scatter in the river from the heart of fish. സോ ഒരിക്കൽ മാത്രം സ്നേഹിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഹാർട്ട് ഓഫ് ഫിഷ്, ഈ മത്സ്യത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കല്ലുകൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, അത് സ്കാറ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ സ്റ്റോൺസ് ആൻഡ് ദ വാട്ടേഴ്സ് ഓഫ് ദ റിവർ ആൻഡ് ദ സീ, ബ്ലൂ സ്റ്റോൺസ് ടേൺ റെഡ് സ്റ്റോൺസ് ബ്ലൂ, ജസ്റ്റ് വൺസ് ട്രൈ ടു ലവ്. ഒരിക്കലെങ്കിലും നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ ചുവപ്പ് കല്ലുകൾ നീലക്കല്ലുകൾ ചുവന്നതായിട്ടും ചുവപ്പ് കല്ലുകൾ നീലക്കല്ലുകളായിട്ടും ട്രാൻസ്ഫോം ചെയ്യും, അത് ടേൺ ചെയ്യുന്നുണ്ട്. The speaker describes a transformation in an underwater world where fish shed blue and red stones, symbolizing love's power despite apathy blocking emotion and obstructing love initiation due to the hardness of the stone. ഇവിടെ നമ്മളുടെ സ്പീക്കർ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ വേൾഡിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മളുടെ ജസ്റ്റ് വൺസ് ട്രൈ ടു ലവ് നമുക്ക് എന്താണ്, ഈ ബ്ലൂ സ്റ്റോൺസ് റെഡ് ആയിട്ടും റെഡ് സ്റ്റോൺസ് ബ്ലൂ ആയിട്ടും ടേൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻഡ് കൂടാതെ നമ്മൾ ഈ സ്റ്റോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു ഹാർഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. സോ ലൈക്ക് ഈ കല്ലുകളുടെ ഒരു കാഠിന്യം കാരണം കൊണ്ട് ഒബ്സ്ട്രക്റ്റിംഗ്, അത് ലവിൻ്റെ ഒരു ഇനീഷ്യേഷന് അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
Stones symbolize love as they are bred fish released for rehabilitation. Once released, they transform into a world of shifting colors, transforming into a treasure of love. അപ്പോൾ നമ്മൾ സ്റ്റോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഒരു ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ ഈ ഹാർഡായിട്ടുള്ള ഈ ഒബ്ജക്റ്റ് റിലീസ് ചെയ്യുന്നത് ഫിഷിൻ്റെ ഹാർട്ടിൽ നിന്നാണ്. സോ അതെന്താണ്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, ട്രഷർ ഓഫ് ലവ്, അത് ഒരു ലവിൻ്റെ സിമ്പിളായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കല്ലുകൾ എന്താണ്, സ്നേഹത്തെ സിമ്പിളൈസ് ചെയ്യുന്നുണ്ട്. കാരണം അത് എവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഫിഷിൻ്റെ ഹാർട്ടിൽ നിന്നാണ്. ആൻഡ് ഇത് എന്താണ്, ഇതിൻ്റെ കളറടക്കം ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ they transform into world of shifting colors. and ഇത് ഒരു സ്നേഹത്തിൻ്റെ ഒരു ട്രഷർ ഓഫ് ലവ് ആയിട്ടൊക്കെ അത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ കല്ലിനെന്ന് പറയുന്ന ഒരു ഡ്യുവൽ മീനിങ് ആണ്. In fact, the images of stone has dual significance. Stones that obstructs emotions and stones as transformed into treasure that heals life. സോ ഇവിടെ ഇമേജസ് ഓഫ് സ്റ്റോണിൻ്റെ ഇമേജിന് ഡ്യുവൽ സിഗ്നിഫിക്കൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് സ്റ്റോൺസ് എന്താ, അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്, ഇമോഷനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്തുന്ന ഒരു ട്രഷറായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. Stones are essential for communicating and connecting with others, as mere self-absorption in emotion is not enough. Feelings must be reflected back. സോ സ്റ്റോൺസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ബിക്കോസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മളുടെ ഈ കല്ലുകൾ, ഈ സ്റ്റോൺസ് ആവശ്യമാണ്. ആൻഡ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് സ്വയം അട്രാക്റ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മളുടെ ആ ഇമോഷൻസ് എന്തായിരിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. പോയത്തിൽ ഒരു ലൈൻ ഉണ്ട്, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് സം സ്റ്റോൺസ് ഇൻ യുവർ ഹാർട്ട്, ദ ക്രൈ ഈസ് ദെൻ എക്കോയ്ഡ് ബാക്ക്. നമ്മളുടെ എല്ലാവരും ഹാർട്ടിൽ എന്താണ്, സ്റ്റോൺസ് ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് കവി പറയുന്നത്. Excessive emotions can make life difficult to navigate, so stones can be used to avoid slips and reach the distant doors of the pale star of autumn. സോ ഈ അമിതമായിട്ടുള്ള ഈ എക്സസീവ് ആയിട്ടുള്ള ഇമോഷൻസ് ജീവിതം നാവിഗേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും. സോ അതിനാൽ സ്ലിപ്പുകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണ്, കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ടു റീച്ച് ആൻഡ് സീ ദ ഡിസ്റ്റൻറ്റ് ഡോർസ് ഓഫ് ദ പേൽ സ്റ്റാർ ഓഫ് ഓട്ടം, ഇതിനു വേണ്ടി നമ്മൾ എന്താണ്, കല്ലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ സിൻസ് ഓൾ റോഡ്സ് ആർ സ്ലിപ്പറി, ദ സ്റ്റോൺസ് മേ ബി സ്പ്രെഡ് ഓൺ ദം വൺ ആഫ്റ്റർ അനദർ. ഇപ്പോൾ ഇതിൽ നമ്മുടെ ഈ പോയത്തിൽ പറയുന്ന സെയിം ലൈനാണത് ഇപ്പം ഞാൻ റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റോഡ്സിൽ സ്ലിപ്പറി ഒഴിവാക്കാൻ വേണ്ടി എന്താണ്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ എന്താണ്, സ്റ്റോൺസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The stones symbolize the journey through emotional life, symbolizing the intense yet short-lived emotions followed by collapse and oblivion. The naked use of poetry and the transient ideal of the goddess symbolize the purposeful, pragmatic use of these stones. So, ഈ കല്ലുകളുടെ ഈ ഇമേജ് ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണൽ ലൈഫിൻ്റെ ഒരു ജേർണി ത്രൂ ഇമോഷണൽ ലൈഫിനെയാണ് സിംബലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ അത് സിംബലൈസ് ചെയ്യുന്നത് ഒരു തീവ്രവും ഒരു ഷോർട്ട് ലിവ്ഡും ആയിട്ടുള്ള ഇമോഷണലി അത് സിംബലൈസ് ചെയ്യുന്നുണ്ട്. സോ ദ നേക്ഡ് യൂസ് ഓഫ് പോയട്രി ആൻഡ് ദ ട്രാൻസിയൻ ഐഡൽ ഓഫ് ദ ഗോഡസ്, നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ഗോഡസ് ഓഫ് കുമർത്തുലി എന്ന് പറഞ്ഞിട്ടുള്ള ഗോഡസിനെ ഇവിടെ പോയത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ കുമർത്തുലി എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. സോ ഇതിൻ്റെയൊക്കെ ഒരു യൂസേജ് എന്ന് പറയുന്നത്, സോ അത് സിംബലൈസ് ചെയ്യുന്നത് പർപ്പസ്ഫുൾ പ്രാഗ്മാറ്റിക് യൂസ് ഓഫ് ദിസ് സ്റ്റോൺസ്. ഈ സ്റ്റോൺസിൻ്റെ ഒരു പർപ്പസ്ഫുൾ ലക്ഷ്യബോധത്തിൻ്റെ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗത്തെയാണത് ആ സ്റ്റോൺസിലൂടെ സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. The poem explores the physical properties of stones, revealing their nooks and crevices as a repository of messages. The image of making a home, involving stones as material, is a reflection of the heart's desire to love and build a home. ഇവിടെ പോയം നമ്മുടെ സ്റ്റോൺസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് സന്ദേശങ്ങളുടെ ഒരു ശേഖരമായി അവയുടെ മുക്കുകളും വിള്ളലുകളും വെളിപ്പെടുത്തുന്നു. ഒരു വീട് നിർമ്മിക്കുന്ന ചിത്രം കല്ലുകളെ ഇവിടെ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്നേഹിക്കാനും ഒരു വീട് പണിയാനുമുള്ള ഹൃദയത്തിൻ്റെ റിഫ്ലക്ഷൻ കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. It's good to have some stones in your heart. There is no letterbox. Messages can be left between stones. Beside one sometimes feel like making a home. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറച്ച് കല്ലുകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കൂടാതെ കല്ലുകൾക്കിടയിൽ ലെറ്റർ ബോക്സ് സന്ദേശങ്ങൾ അവശേഷിപ്പിക്കാനാവില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഒരു വീടുണ്ടാക്കാനും തോന്നും.
Stones once associated with fish hearts now symbolize the hardness and artifice of the human heart, reflecting the multidimensionality of the urban self. This powerful image reclaimed the sense of hardness and artifice reflects the history of civilization. ഇവിടെ ഒരു കമ്പാരിസനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫിഷിൻ്റെ ഹാർട്ടിലുള്ള കല്ലുകൾ എന്താണ്, മനുഷ്യ ഹൃദയത്തിൻ്റെ ആ ഹാർഡ്നെസ്സും അതേപോലെ ആ ആർട്ടിഫൈസും ആ കൃത്രിമത്വത്തെ എന്താണ് അസോസിയേറ്റ് ചെയ്യാണ്. കൂടാതെ ഇവിടെ ദിസ് പവർഫുൾ ഇമേജ്, ഈ പവർഫുൾ ആയിട്ടുള്ള ഈ ഇമേജ് എന്താണ്, ഈ കാഠിന്യത്തിൻ്റെയും ഈ കൃത്രിമത്വത്തിൻ്റെയും ഈ റിക്ലെയിം എന്താണ്, ഈ സിവിലൈസേഷൻ്റെ ഈ ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The stones in the heart of the fish are slowly finding their place in your heart. We need everything. We shall build houses and home, shall rise a lasting pillar of civilization. When the silvery fish is gone, scattering stones in water, just once try to love. സോ മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ കല്ലുകൾ പതുക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. നമുക്ക് എല്ലാം വേണം. വി നീഡ് എവറിത്തിങ്. വീടുകൾ നിർമ്മിക്കുകയും ഇപ്പോൾ ഇവിടെയൊക്കെ വീടിൻ്റെ ഒരു മേക്കിംഗ് എ ഹോം, ഇവിടെയൊക്കെ എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. റിഫ്ലക്ട് ദ ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, സിവിലൈസേഷൻ, ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ ആണ്. ആൻഡ് ദ സിൽവറി ഫിഷ്, ആ വെള്ളി നിറമുള്ള മത്സ്യം എന്താണ്, വെള്ളത്തിൽ കല്ലുകൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്യാണ് അല്ലേ. അപ്പോഴെങ്കിലും നിങ്ങൾ ജസ്റ്റ് വൺസ് ട്രൈ ടു ലവ്. ഈ പോയം ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം ലൈൻ വെച്ചിട്ടാണ്, ജസ്റ്റ് വൺസ് ട്രൈ ടു ലവ്. സോ ഇത്രയേ ഉള്ളൂ പോയം. ഭയങ്കര സിമ്പിളായിട്ടുള്ള പോയമാണ്. അതിൻ്റെ ഇന്നർ മീനിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.